ഗതാഗത വകുപ്പിന് ആശ്വാസം. ലൈസൻസ് RC കുടിശ്ശിക നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ITI ലിമിറ്റഡ് ബാംഗ്ലൂരിന് നൽകാനുള്ള 8.66 കോടി രൂപയും സീഡിറ്റിന് നൽകാനുള്ള തുകയും ഉൾപ്പെടെ 15 കോടി രൂപയാണ് അനുവദിക്കുക. സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മന്ത്രിസഭാ തീരുമാനങ്ങൾ? ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് ഏറെ സഹായകരമാകുന്ന തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ലൈസൻസ് RC കുടിശ്ശിക അത് നൽകാൻ ഉള്ള നീക്കം അത് അടിയന്തരമായി നടപ്പാക്കണമെന്ന് ഗതാഗത വകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. അതിലെ പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുകയും അത് പ്രതിപക്ഷം നിയമസഭയിലടക്കം പ്രശ്നമായി ഉയർത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ലൈസൻസ് RC കുടിശ്ശിക നൽകാൻ മന്ത്രിസഭാ യോഗം നടപടി കൈക്കൊണ്ടത്. ITI ലിമിറ്റഡ് കമ്പനിക്കുള്ള 8.66 കോടി രൂപയും സീഡിറ്റിന് നൽകാനുള്ള 15 കോടിയും സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് നൽകുന്നതിലൂടുകൂടി വീണ്ടും സംസ്ഥാനത്ത് ലൈസൻസ് RC വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയും, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നവ ഉപയോഗിക്കും. ഇതിനായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്കീം മന്ത്രിസഭായോഗം അംഗീകരിച്ചിട്ടുകൊണ്ട് വേണം. ശരി, ഷഫീദ് റാവുത്തറാണ് മന്ത്രിസഭായോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്.